നേരത്തെ മരണസംഖ്യ 28 എന്നുള്ള കണക്കാണ് വന്നത് എങ്കിൽ ഇപ്പോൾ അത് 16 എന്നുള്ള തരത്തിൽ ഔദ്യോഗികമായി വിവരം വരുന്നുണ്ട്. അത് മരണസംഖ്യ ഒരുപക്ഷേ കൂടുതൽ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ മാറ്റം വന്നേക്കും. ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് ഔദ്യോഗികമായി പുറത്തു വരുന്നത് അങ്ങനെ ഒരു കണക്കാണ്. 16 പേർ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ കർണാടക സ്വദേശിയുണ്ട്, ഒപ്പം UP സ്വദേശിയുണ്ട്, ഹരിയാന സ്വദേശിയുണ്ട്, ഒപ്പം കേരളത്തിൽ നിന്നുള്ള N രാമചന്ദ്രനും. നിരവധി പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഭീകരാക്രമണമാണ്. സൈനിക വേഷത്തിലാണ് ഈ ഭീകരർ അവിടേക്ക് എത്തുന്നതും ID കാർഡ് ആവശ്യപ്പെട്ട് അത് കാണിക്കുമ്പോൾ പരിശോധനയ്ക്ക് ശേഷം നിറയൊഴിക്കുന്നതും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഒരു വിവരം അറിയിക്കുന്നത് മുംബൈക്കടുത്ത് പനവയിൽ നിന്ന് പോയ വിനോദസഞ്ചാര സംഘത്തിന് നേരെയും അവിടെ ആക്രമണമുണ്ടായി എന്നുള്ളതാണ്. 39 അംഗ സംഘമാണ് അവിടെ ജമ്മു കാശ്മീരിൽ എത്തിയത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്കേറ്റു. ആ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ട ദിലീപ് ദസ്ലെ എന്ന് പറയുന്ന ആൾ ഈ സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. വെടിയേറ്റ ഒരു സ്ത്രീയെ എയർലിഫ്റ്റ് ചെയ്ത് ശ്രീനഗറിൽ എത്തിച്ചു എന്നുകൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ആക്രമണത്തിനിരയായി എന്നുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കൊല്ലപ്പെട്ട മലയാളി N രാമചന്ദ്രൻ എന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം ഇടപ്പള്ളിയിൽ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ദുബായിൽ ഇടക്കാലത്ത് ജോലിക്കായി അദ്ദേഹം പോയിരുന്നുവെന്ന് പ്രദേശവാസി നേരത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. അവർ കഴിഞ്ഞ ദിവസം US പുറപ്പെട്ടു. അവരൊരു പക്ഷേ ഇപ്പോൾ US എത്തിക്കാണും എന്നുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ തന്നെ ഉള്ളവരാണ്, കുടുംബത്തോടെ ഉള്ളവരാണ് ഈ രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ. അതിനിടയിലാണ് ഇപ്പോൾ വേദനാജനകമായി വാർത്ത വരുന്നത്. ഭാര്യയ്ക്കും മകൾക്കും, മകളുടെ ഇരട്ട കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം വിനോദസഞ്ചാരത്തിനായി ജമ്മു കാശ്മീരിൽ എത്തിയത്. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന മറ്റു വിവരങ്ങൾ, അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അവിടെ വ്യാപക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സൈനിക വിഭാഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് ഭീകരാക്രമണം ഉണ്ടായ മേഖലയിൽ വ്യാപക തിരച്ചിൽ, വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. ഈ വെടിതുർത്ത ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിനോടകം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു സംഘടന. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാശ്മീർ തിരിച്ചു വന്ന ഒരു ഘട്ടത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് അടക്കം നടന്ന് ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറി കുറേ നാളുകൾ കഴിയുമ്പോഴാണ് അങ്ങനെ സമാധാനത്തിൻ്റെ പാതയിൽ കാശ്മീർ പൊതുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഭീകരാക്രമണം ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് സഞ്ചാരികൾക്കിടയിൽ തന്നെ, വിനോദസഞ്ചാരികൾക്കിടയിൽ തന്നെ പരിഭ്രാന്തി പരത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ അങ്ങനെ വിലയിരുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ തന്നെ ശക്തമായി ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ ഭീകരാക്രമണത്തെ ഇപ്പോൾ അപലപിക്കുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം നിൽക്കും ഇതിൽ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കും, ഇന്ത്യക്കൊപ്പം അണിനിരക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പിന്തുണ നൽകുന്നു. കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതികരണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ഇന്ത്യയെ അനുശോചനം അറിയിച്ചിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ക്രൂരമായ കുറ്റകൃത്യം, ഇതിനെ ഒരു രീതിയിലും ന്യായീകരിക്കില്ല എന്ന് വ്ളാദിമിർ പുടിൻ്റെ പ്രസ്താവന വരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ അങ്ങനെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. മലയാളികൾക്കുള്ള സേവനത്തിന് വേണ്ടി നോർക്ക റൂട്ട്സിൻ്റെ അറിയിപ്പുകളും വരുന്നുണ്ട്. അവരൊരു ഹെൽപ്പ് ഡെസ്ക് നമ്പറും ഇതിനോടകം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. സഹായത്തിന് വേണ്ടി ആ മേഖലയിൽ ഉള്ള കുടുങ്ങിപ്പോയ മലയാളികൾക്ക് ബന്ധപ്പെടാനുള്ളൊരു നമ്പർ കൂടി നോർക്ക റൂട്ട്സ് നൽകുന്നുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പറും മിസ് കോൾ അടിച്ചാൽ തിരികെ ബന്ധപ്പെട്ട വിവരങ്ങൾ, സഹായങ്ങളൊക്കെ ലഭ്യമാക്കുന്ന ഒരു നമ്പറും ഇതിനോടകം നോർക്ക റൂട്ട്സ് ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ പുതിയ
ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിലിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം മുംബൈയിൽ നിന്ന് പോയ ഒരു വിനോദസഞ്ചാര സംഘവും ഈ ആക്രമണത്തിന് ഇരകളാകുന്നു എന്നുള്ളതാണ്. 39 പേരുടെ ആ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്കേറ്റു. അതിനിടയിൽ വെടിയേറ്റ ഒരു സ്ത്രീയെ എയർലിഫ്റ്റ് ചെയ്ത് ശ്രീനഗറിൽ എത്തിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ നൽകുന്നുണ്ട് മുംബൈയിൽ നിന്ന്. എൻ രാമചന്ദ്രൻ എന്ന മലയാളിയാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹം കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഹൈദരാബാദ് വഴി ജമ്മു കശ്മീരിലേക്ക് പോയത്. കുടുംബത്തിനൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ മകളുടെ മുൻപിൽ വെച്ചാണ് ഈ ഭീകരർ വെടിയുതിർത്തത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹം വർഷങ്ങളായി തന്നെ അവിടെ താമസിക്കുന്ന വ്യക്തിയാണ്, ഇടപ്പള്ളിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ജോലി ആവശ്യത്തിനായി അദ്ദേഹം കുറേ നാൾ ദുബായിലായിരുന്നു. അതിനുശേഷം തിരികെ നാട്ടിലെത്തി ഇവിടെ തന്നെയായിരുന്നു സ്ഥിരതാമസം. അതിനിടയിലാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം വിനോദ സഞ്ചാരത്തിനായി ജമ്മു കശ്മീരിലേക്ക് എത്തിയത്. ഇന്നലെയാണ് ആ സംഘം ഹൈദരാബാദ് വഴി യാത്ര തിരിച്ചത്. അതിനിടയിൽ ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ശക്തമായി തന്നെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്.